പവി കെയർടേക്കർ സിനിമയെ കുറ്റം പറയുകയാണെന്ന് വിചാരിക്കരുത്. നല്ല കൂതറ സിനിമയാണ്, അതാദ്യമേ പറയണമല്ലോ. കാരണം ഏപ്രിലിൽ റിലീസായ സിനിമയാണ്, ഇപ്പോഴാണ് OTT വരുന്നത്. ആമസോൺ പ്രൈമാണ് ഒരു മഹത്തായ കാര്യം ചെയ്തത്. ഒരാവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തിനാണ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ OTT എടുക്കുന്നത്? OTT എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. OTT എടുക്കുമ്പോഴാണ് നമ്മൾ കണ്ടിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പോകുന്നത്. ഒരു 80കളിലോ 90കളിലൊക്കെ ഈ ഒരു സ്റ്റോറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അന്നത്തെ ഒരു കൾട്ട് സിനിമ എന്നെങ്കിലും നമുക്ക് പറയാമായിരുന്നു. ഇപ്പം അതുപോലും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ശോകമായിട്ടുള്ളൊരു സിനിമ. ഇത് തിയേറ്ററിൽ പോയി കണ്ടവരെയൊക്കെ സമ്മതിക്കേണ്ടി വരും. ദിലീപേട്ടൻ്റെ സിനിമയാണ്, ദിലീപേട്ടൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിച്ചിട്ടുള്ളത്. നന്മയൊക്കെ വാരി വിതറിയിട്ടുണ്ട് ചില സീനിൽ, കണ്ടിരിക്കാൻ പറ്റത്തില്ല, സത്യം പറഞ്ഞില്ല കണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇത് നമ്മൾ എങ്ങനെ ഇപ്പോൾ പറയുന്നതിനെ ഒരു 90സിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു സിനിമ, ദിലീപേട്ടൻ്റെ സിനിമകളൊക്കെ നന്മകൾ, ഒരുപാട് നന്മ നിറഞ്ഞ സിനിമകളൊക്കെ ഉള്ളു, അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ എടുത്തിട്ട് ഇപ്പോൾ കൊണ്ട് പ്ലേസ് ചെയ്ത് എങ്ങനെയും ആ ഒരവസ്ഥയാണ് ഈ ഒരു സിനിമയുടെ കാര്യം. ഇപ്പം സിനിമയിലെ കഥാനായകൻ പവിത്രൻ ഒരു വലിയ ലക്ഷറി ഫ്ലാറ്റിൻ്റെ കെയർടേക്കറാണ്. രാത്രിയിൽ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു ഒറ്റത്തടിയായിട്ട് സിംഗിൾ ലൈഫ് പോകുന്ന ഒരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടർ താമസിക്കുന്ന ആ ഒരു വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ഒരു പെൺകുട്ടി താമസിക്കാനായിട്ട് വരുന്നു. അപ്പം രാത്രിയിൽ നമ്മളുടെ നായകൻ ഡ്യൂട്ടിക്ക് പോകും. രാത്രിയിലാണ് ഈ പെൺകുട്ടി വരുന്നത്. രാവിലെ ആകുമ്പോൾ പെൺകുട്ടി പോകും, നായകൻ അവിടെ തിരിച്ചു വരും. അങ്ങനെയാണ് കഥ പോകുന്നത്. അപ്പം ഇവർ തമ്മിൽ നോട്ട്സ് എഴുതി വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് കഥ. അതാണ് കഥയുടെ ആ ഒരു ഇനിഷ്യൽ സ്റ്റാർട്ടിങ്, റൊമാൻസിൻ്റെ ഇനിഷ്യൽ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത് ആ ഒരു ഫ്ലാറ്റിൽ, അതായത് ആ ഒരു ഫ്ലാറ്റ് കാണിക്കുന്നത് അവിടെ 5 പേർക്ക് താമസിക്കാൻ പറ്റുന്ന റൂമാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആകെ ഒരു ബെഡ്റൂം മാത്രമേ ഞാനത് കണ്ടുള്ളൂ. അവിടെയാണ് ഈ പെൺകുട്ടി വരുന്നത്. ഇവർ 2 പേര് ലിറ്ററലി ഒരു റൂമിലാണ് താമസിക്കുന്നത്, രാത്രിയും പകലും ആണെന്നേ ഉള്ളൂ. അപ്പം ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഈ അജ്ഞാതയായ നായികയെ കണ്ടുപിടിക്കാൻ എന്താണ് ഇത്ര പാട്? 70കളും 80കളും ഒന്നും അല്ലല്ലോ, സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു അജ്ഞാത നായികയുമായിട്ട് നമ്മളുടെ നായകൻ നോട്ട്സ് എന്നും എഴുതി വെക്കുന്നു. ലൈഫിൽ നടക്കുന്നത്, അതായത് സിംഗിൾ ലൈഫിൽ പൊയ്ക്കൊണ്ടിരുന്ന നമ്മുടെ നായകൻ്റെ ലൈഫിലേക്ക് ഒരു നായിക വരികയാണ്. ഒരു പെൺകുട്ടി കടന്നു വരുന്നു. അപ്പോൾ ആ പെൺകുട്ടിയെ കാണാനായിട്ട് പലതും ചെയ്യുന്നു, കാണാനായിട്ട് പറ്റുന്നില്ല. ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ആ ഒരു രംഗങ്ങളൊക്കെ നമ്മൾ കണ്ട് മുന്നോട്ട് പോകണം. അതിനിടയ്ക്ക് നായകൻ്റെ ലൈഫിൽ നടക്കുന്ന കുറേ പ്രശ്നങ്ങൾ, നായകൻ അതിൽ നിന്നൊക്കെ മനം നൊന്ത് വിഷമിക്കുന്നു, നന്മയെപ്പറ്റി പറയുന്നു, നന്മ മെഴുകി വയ്ക്കുന്നു, അതൊക്കെ കാണുന്നു. അപ്പം ആ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു കെയർടേക്കർ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റിലെ മൊത്തം ഓൾ ഇൻ ഓൾ ആണ്. പുള്ളി എന്തോ വലിയ സംഭവമാണെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത്. ഒരു പട്ടിയുണ്ട്, ബ്രോ എന്ന് പേരുള്ളൊരു പട്ടിയുണ്ട്. അപ്പോൾ ഈ ഒരു പട്ടിയും ഈ നമ്മുടെ നായകൻ്റെ കൂടെ ആ ഒരു റൂമിലാണ് താമസിക്കുന്നത്. ഇതേ റൂമിൽ തന്നെയാണ് ഈ നായിക വന്ന് താമസിക്കുന്നത്. അങ്ങനെ പോകുന്നു. അതിനിടയ്ക്ക് പാട്ട്, റൊമാൻസ്, നായകൻ്റെ മറ്റേ ഇമാജിനേഷൻ, ഇങ്ങനെ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് അടുക്കുന്നു. അങ്ങനെ നമ്മളിങ്ങനെ കോരിത്തരിച്ചിരുന്നു ഓരോ സീനും കാണുമ്പോൾ. ഞാനൊക്കെ ഇങ്ങനെ സീറ്റിൽ നിന്ന് ഇങ്ങനെ മുള്ള് ചന്തയിൽ കൊണ്ടിട്ട് ഇങ്ങനെ പാതി എഴുന്നേറ്റ് നിന്നാണ് സിനിമ കണ്ടത്. തിയേറ്ററിൽ പോയൊരു സംഗീതം ഞാൻ ഇറങ്ങിപ്പോയനെ, നല്ല കാര്യം ഞാൻ പറയാമല്ലോ. ഇതൊക്കെ എന്തോരം നമ്മൾ കണ്ടിട്ടുണ്ട് എൻ്റെ മോനെ, എന്തോരം കണ്ടിട്ടുണ്ട് ഈ കഥകളൊക്കെ. അങ്ങനെ കഥ പോകുന്നു. അങ്ങനെ ഒരു സമയമാകുമ്പോൾ നായിക പറയുകയാണ് നായകനോട്, ഞാൻ നായകനെ കണ്ടിട്ടുണ്ട്, ഞാൻ പവിയേട്ടനെ കണ്ടിട്ടുണ്ട്, പവിയേട്ടൻ എന്നെ അറിയാം. അപ്പം പവിയേട്ടൻ അവിടെ ഇരുന്ന ക്ലൂസൊക്കെ വെച്ചിട്ട് പവിയേട്ടൻ കണ്ടുപിടിക്കുന്ന ആരാ ഈ അജ്ഞാത കാമുകി എന്നുള്ളത്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ നായികയെ കാണുന്നില്ല. നായിക പോവാണെന്ന് പറഞ്ഞ് എന്നെ അന്വേഷിക്കരുതെന്ന് പറഞ്ഞ് പോകുന്നു. ഒരു ഇൻവിറ്റേഷൻ കാർഡും വെക്കുന്നു. അതിൻ്റെ പുറകെ നായകൻ നമ്മുടെ പവിയേട്ടൻ പോയിട്ട് പവിയേട്ടനൊരു കല്യാണമൊക്കെ മുടക്കാനായിട്ട് ചെല്ലുന്നതും അവിടെ ചെന്ന് കുറേ ഒരു വലിയ ട്വിസ്റ്റൊക്കെ നടത്തി. വലിയൊരു ട്വിസ്റ്റൊക്കെ ഉണ്ട്, ഭയങ്കര വലിയൊരു ട്വിസ്റ്റൊക്കെ നമ്മൾ ഞെട്ടി കോരിത്തരിക്കും. അതൊക്കെ കാണിച്ച് നായികയും നായകനും തമ്മിൽ ഒന്നിപ്പിക്കുന്നു. ഹാപ്പി എൻഡിങ് ആയിട്ട് പോകുന്നു. അതാണ് കഥ, ലിറ്ററലി അതാണ് കഥ. ഇത്രയുള്ള കഥ. ഇതേക്കുള്ള ഞാനെന്ത് പറയാനാണ്? വാരി വെതറി മെഴുകി വെച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക്. തിയേറ്ററിലിരുന്ന് 2-2.5 മണിക്കൂർ, ഒരു 1.5 മണിക്കൂറിൽ ഈ സിനിമ തീർത്തിരുന്നെങ്കിൽ പിന്നെയും ബോറിംഗ് ഇല്ലാണ്ട് കാണാമായിരുന്നു. പാട്ട് തന്നെ എന്തും വേണ്ടി പാട്ടാണ്, 3-4 പാട്ടുണ്ട്. സഹിക്കാൻ പറ്റില്ല, സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. കണ്ടു തീർക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടും. പിന്നെ മറ്റേ സ്കിപ്പ് ബട്ടൺ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ 10 സെക്കൻഡ് സ്കിപ്പ് ചെയ്ത് ഞാൻ കണ്ടു തീർത്തു. അൺസഹിക്കബിളാണ്.
എന്തിന് ആ 90കളിലൊക്കെ ഇറക്കിയതെങ്കിൽ പിന്നെയും പറയായിരുന്നു. ഇപ്പം ഇതൊക്കെ എന്തോരം നല്ല സിനിമകൾ കണ്ടതിന് ശേഷം നമ്മൾ ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് സത്യമായിട്ടും ബോറടിക്കും. ഉള്ള കാര്യം പറയാം, ബോറടിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കൂതറ സാധനങ്ങൾ കാണുമ്പോൾ അതിപ്പം കഥയായാലും ഡയലോഗ്സ് ആയാലും ദിലീപിൻ്റെ ആക്ടിങ് ആ ഒരു പഴയ സാധനം തന്നെ, റിപ്പീറ്റേഷൻ പറഞ്ഞിട്ട് കാര്യമില്ല. കോമഡി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു സീനിൽ പോലും ചിരിച്ചില്ല എന്നാണ് അതിൻ്റെ ആ ഒരു വിഷമകരമായിട്ടുള്ള കാര്യം. കാരണം ഒരു കോമഡി സിനിമ കണ്ടിട്ട് ചിരിക്കാതിരിക്കുക എന്ന് പറയുന്നത് അത്ര ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടാണല്ലോ. ആരെങ്കിലുമൊക്കെ ഈ ഒരു സിനിമ പവി കെയർടേക്കർ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരോടെങ്കിലും വിരോധമുണ്ട്, ദേഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമ സജസ്റ്റ് ചെയ്യുക കാണാനായിട്ട്. അവർ കണ്ടിട്ട് അവരും കൂടെ മരം എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കൾട്ട് സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്യുന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? അതായിരിക്കും നല്ലത്. എനിക്ക് വയ്യ, അടുത്തു. അപ്പോൾ ബൈ ഗൈസ്.